അപ്പ എങ്ങനെ പോവല്ലേ? അല്ല, ഇത് നിങ്ങളുടെ മിസ്സിംഗ് ആണല്ലോ. എവിടെ ഇവിടെ എത്തിയില്ലേ? സമയമാണല്ലോ എത്തണ്ടേ. ആ വന്നല്ലോ. എന്നെ ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ചു കാണില്ല അല്ലേ? എന്നെ ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ചു കാണില്ലായിരിക്കും അല്ലേ? ഞാൻ ഇറങ്ങുവന്ന. അയ്യോ, ഫോൺ എടുത്തില്ല. എന്റെ പൊന്നേട്ട, ഇങ്ങനെ ഞാനിവിടെ ഒരു സെക്കൻഡ് പേടിച്ച് നിൽക്കുന്നത്. അങ്ങനെ നമ്മളാണ് ഈ കൊലപാതകത്തിന്റെ പിറകിലെന്ന് അറിഞ്ഞ എനിക്ക് വയ്യ. ഞാൻ എന്നാലും കഫേയിലേക്ക് വരാം, എന്നിട്ട് നമുക്കത് ഒരു തീരുമാനം. അതിനുശേഷം ഞാൻ നിന്നെ പറ്റി അന്വേഷിച്ചു കഴിഞ്ഞപ്പോ എനിക്കെല്ലാം മനസ്സിലായി. എങ്കിൽ സാറിന് തെറ്റിയല്ലോ. സാറായിട്ടല്ല, ഞങ്ങളായിട്ട് സാറിനെ എത്തിച്ച്. സാർ എന്താ കരുതി? സാർ അവിടെ ഇല്ലെന്ന് കരുതിയാണ് അവളെ ഫോൺ കോൾ ചെയ്തതെന്നോ? അല്ല, സാർ അവിടെ ഉണ്ട് എന്ന് അറിഞ്ഞു തന്നെയാ അവളെ കോൾ ചെയ്തത്. എന്തായാലും ഈ കേസ് കറങ്ങി തിരിഞ്ഞ് സാറിന്റെ കയ്യിൽ തന്നെ തോന്നി ഞങ്ങൾക്ക് അറിയാമെന്ന്. അതുകൊണ്ട് തന്നെയാ സാറിന്റെ നമ്പർ എന്ന സ്ഥലത്തേക്ക് ഇവിടെ ഞങ്ങൾ അയച്ചത്. ശരി, നിങ്ങളായിട്ട് തന്നെ എന്നെ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചതല്ലേ? എങ്കിൽ നിങ്ങൾ തന്നെ പറഞ്ഞു എന്തിനു വേണ്ടി നിങ്ങൾ ഈ 5 പേരെ കൊന്നു. ഈ 5-ാമനും ആ 4 പേരുമായുള്ള ബന്ധം എന്താ? ഞങ്ങൾ ഈ 5 പേരെയും കൊന്നത് ഒരാൾക്ക് വേണ്ടിയാ. ആർക്ക്? അവൾക്ക് വേണ്ടി. എന്റെ ജാനു, മതി, നീ ഒന്ന് വന്നേ. വരുന്നേട്ടാ. എന്റെ പൊന്നു കൊച്ചെ, നിന്നെയും കാത്ത് അവരെത്ര നേരം ഇവിടെ കാത്തുക്കുന്നറിയോ? സോറി കുറച്ച് ലേറ്റ് ആയിപ്പോയി. അരമണിക്കൂറാണോ നിന്റെ കുറച്ച് ലേറ്റ്? നിന്റെ ഒരടവും എന്റെ അടുത്ത് നടക്കൂല മോളെ, നടക്കും. ജാനു, ദാ ഇവിടെ. എന്റെ പൊന്നു കൊച്ചെ, നിന്നെ എത്ര നേരം കൊണ്ട് വെയിറ്റ് ചെയ്യാ. നീ ഇത് എവിടായിരുന്നു? കുറച്ച് ലേറ്റ് ആയിപ്പോയി. കുറച്ചോ? എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. നീ എന്ന് വന്നേ, എനിക്ക് വയ്യാത്ത അല്ലേടെ വായിരിക്കുന്നത് കേൾക്കാൻ. അതും ശരിയാ. ഉറക്കം വരുന്നടി. ജാനുസേ, കിച്ചേട്ടൻ വന്നോടി? ഇല്ല, എപ്പാരും 2 ദിവസം കഴിയും. അയ്യോ, എന്റെ മുഖം കാണാതിരിക്കാൻ പറ്റുന്നില്ലേ? ഇല്ലടി, സാരമില്ല, 2 ദിവസമല്ലേ. എടി, ഇപ്പൊ ഇന്റർവെല്ലല്ലേ, നമുക്കൊന്ന് മ്യൂസിക്കൽ റൂം വരെ പോയിട്ട് വന്നാലോ? എന്തിനിപ്പൊ അങ്ങോട്ടേക്ക്? വെറുതെ ചുമ്മാ ഒരു രസത്തിന്. അതെന്താണെന്നൊക്കെ എനിക്കറിയാം. നടക്കുന്നു. അറിയാതെ നീ എന്റെ ജീവന്റെ നിഴലായി മാറി, പറയാതെ എന്നാളും ഓർമ്മ താരാട്ടാൻ നെഞ്ചിലാലോലമുണരുന്നുവോ? തൂമിന്നൽ തൂവൽ തുമ്പാമല്ലേ എൻ പൂവൽ കനവിൽ തഴുകാൻ വരൂ. വാർത്തിങ്കൾ മായും രാവിൻ കൊമ്പിൽ ചിറകേറി നീ പുലർത്തയിൽ മനം തരൂ. എന്ത് രസമല്ലേടി ആ ചേട്ടൻ പാടുന്ന കേൾക്കാൻ. അതെ അതെ, നല്ല രസമാണ്. ആ രസം നീ സാമ്പാറാവാതെ നോക്കിക്കോ. അതെന്താടി അങ്ങനെ ഒരു ടോക്ക്? അത് ആ രസത്തിന് ആള് നോട്ടിട്ട് വെച്ചിട്ടുണ്ട്. ആര്? നമ്മുടെ താഴത്തെ ക്ലാസ്സിലെ മർലിൻ. ആഹാ, എന്റെ ശിവയുടെ നോക്കാനും മാത്രമുള്ള ധൈര്യമായ അവക്ക്. എന്തോ
എങ്ങനെ? ഞാൻ കേട്ടില്ല. ആദ്യം നിങ്ങളൊന്ന് സെറ്റ് ആവേ, എന്നിട്ട് മതി. എന്റെ മുത്തല്ലേ, എങ്ങനെയും എന്റെ ഏട്ടനെ ഒന്ന് സെറ്റാക്കി തരൂ? തരൂല. എടി ദുഷ്ടേ, നിന്നെയും കിച്ചോണ്ട് ഞാനല്ലേ സെറ്റാക്കി തന്നെ. പോട്ടെ, പാറേച്ചി എന്റെ എടി ഞാനല്ലേ സെറ്റാക്കി കൊടുത്തേ. അപ്പൊ എനിക്കൊരാവശ്യം വന്നപ്പോ നിനക്കെന്നെ സഹായിക്കാൻ കഴിയില്ല അല്ലേ? മനസ്സിലായി, മനസ്സിലായി. ചെയ്ത് അങ്ങനെ കണക്ക് പറയുന്നുണ്ട് ദുഷ്ടേ. ഞാൻ കണക്ക് പറയടി, നിന്റെ സ്വഭാവം അങ്ങനെയല്ലേ? അയ്യോ, പറയുന്ന സ്വഭാവം പിന്നെ അത്രക്ക് നല്ലതാണല്ലോ. എന്റെ സ്വഭാവത്തിന് എന്താടി ഒരു കുഴപ്പം? അയ്യോ, ഒരു കുഴപ്പമില്ലേ. തുടങ്ങി രണ്ടെണ്ണം കൂടി അടിയാക്കാൻ വേണ്ടിട്ട്. ഞാനല്ല കണ്ണേട്ടാ, ഇവളാ. ആ, ഇനി എന്നെ പറ. ആടി, ഞാൻ നിന്നെ തന്നെ പറയുള്ളൂ. എന്തേ നീ എന്തുപോലെ വരും കുഞ്ഞെ? നീ പടി കുട്ടടക്കേ. ഓ, രണ്ടൊന്നും നിർത്തുന്നുണ്ടോ? രണ്ടിനും കിട്ടിപ്പന്നെ ടീച്ചറിന് വരട്ടെ, രണ്ടിനും പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഞാൻ. അയ്യോ, ഞാനൊന്നും ചെയ്തിട്ടില്ല കണ്ണേട്ടാ. ഇവളാന്ന് കണ്ണേട്ടാ. ചേച്ചിയോട് പറഞ്ഞു കൊടുക്കില്ല, ഇവളെ പറഞ്ഞു കൊടുത്താ മതി. നീ കരയുന്നു അല്ലെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു? അതെ, ഈ കഥ കുറച്ചിലും നിർത്തുവോ? മോളെ ജാനു, നീ ഒന്നും അങ്ങോട്ട് നോക്കിയേ. അവിടെ ഇപ്പൊ എന്ത് തേങ്ങ? ശിവേട്ടനും പേടിക്കണ്ട, എല്ലാം ഞാൻ കണ്ടു. നീ ഒന്ന് വന്നേ, നിന്നോട് കുറച്ച് കാര്യം ചോദിക്കാനുണ്ട്. എന്താ ശിവേട്ടാ? അതൊക്കെ പറയാം, നീ വാ. ഒന്ന് പതിയെ പോടോ കാലമാടാ. ഇങ്ങനെ ഇതെവിടെ എന്നെ കൊണ്ട് ഇനി തട്ടിക്കൊണ്ടു പോകാൻ നല്ലത്. ഏയ്, അവളുടെ ഏട്ടനല്ലേ, അതിനുള്ള ബുദ്ധിയൊന്നും കാണൂലായിരിക്കില്ലേ. എന്നാലും എങ്ങോട്ടാ? ഇതെന്താ, ബീച്ചോ? എന്നെന്തിനവിടെ കൊണ്ടുവന്നേ? ഇത്രയും നേരം കളിച്ച കളിയും തമാശയും ഒക്കെ വിട്. ഞാൻ അറിഞ്ഞ കാര്യം സത്യമാണോ? എന്ത് കാര്യം ശിവേട്ടാ? തനിക്കെന്നെ ഇഷ്ടമാണെന്നുള്ള കാര്യം. സത്യമാണ്. ശിവന്റെ പാർവതി ആയില്ലെങ്കിലും ഈ ശിവന്റെ ഗംഗയാവാൻ എനിക്ക് വെച്ചു. എന്തിനാ ചിരിക്കുന്ന? ഒന്നുമില്ല, വെറുതെ. ഇല്ല, എന്തുകൊണ്ട് പറ. എടോ, തനിക്കെന്നെ ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞാ പോരെ. താനെന്തിനെ ഇങ്ങനെ വളഞ്ഞു മൂക്കുടിക്കുന്നു? ഓ, അതായിരുന്നു. ഞാൻ കരുതി താൻ ഇഷ്ടമല്ലെന്ന് പറയും. അതിന് ഞാൻ തന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു. ലുക്ക് മിസ്റ്റർ ശിവൻ ചേട്ടോ, താങ്കളുടെ ഫ്രണ്ട് എന്ന് പറയുന്ന കിച്ചു, ഇറ്റ്സ് മൈ ബ്രദർ. അവരെല്ലാം എനിക്ക് വന്ന് ഒറ്റിത്തരാറുണ്ട്. താൻ അങ്ങേരോട് എന്നോട് പറയേണ്ടെന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ എന്നോട് വന്ന് പറയാറുണ്ട്. ചെറ്റ ചതിച്ച്. ഇനി ഞാനായിട്ടൊന്നും പറയണ്ടല്ലേ? അല്ല, താനെന്തിനാ നീ ബീച്ചിലോട്ട് കൊണ്ടുവന്നേ? തന്നെ പ്രപ്പോസ് ചെയ്യാൻ. ഇനി അതിന്റെ ആവശ്യമില്ലല്ലോ. പോക എന്നാ, ടൈം പറയായില്ലേ? ഹാ, ഉവ്വ. ഹലോ ശിവേട്ടാ, ഇന്ന് കിച്ചേട്ടൻ വരൂട്ടോ. അയിനി? അയിന് നിങ്ങൾ പോ അവിടുന്ന്. ആ, ഇല്ല, നീ കാര്യം പറ. അതിന് ശിവേട്ടൻ കിച്ചേട്ടനെ കൂട്ടാൻ പോണം. കണ്ണേടനില്ലേ അവിടെ? കണ്ണൻ ഇന്ന് കോളേജിൽ സ്പെഷ്യൽ ക്ലാസ് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ക്ലാസ്സിന് പോയി. ആ, ഞാൻ പോക്കോളാം. ശരിക്കും നല്ല രസമുണ്ടോ? എന്താടി, നിനക്കെന്നെ വിശ്വാസമില്ലേ? ഇല്ലാത്തോണ്ടല്ല, അതിൽ ഞാൻ ഉപ്പ് പോലും ഇട്ടില്ല. ആ, കണ്ണേട്ടൻ നേരത്തെ വന്നോ? ഹാ, അല്ല, നീ എന്താ ഇവിടെ? അത് ശിവേട്ടനെ കിച്ചേട്ടനെ കൂട്ടാൻ പോയെ, അപ്പോ എന്നിവിടെ ആക്കിയിട്ടാ പോയെ. ആ, അവര് വന്നു തോന്നുന്നു. ഞാൻ പോയി തുറക്കാം. പാറേച്ചി, ഓ ഒന്ന് പതിയന്റെ കൊച്ചേ, നീ എന്നെ ആദ്യമായിട്ടാണോ കാണുന്നേ? പാറു, നീ എങ്ങനെ ഇവിടെ? പാറേച്ചി എങ്ങനെയുടെ? ഞാൻ സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി. അതെ, ഇവിടുത്തെ സംസാരമൊക്കെ കഴിഞ്ഞെങ്കിൽ ഒന്ന് അകത്തോട്ടേക്ക് കേറുവോ?
അതെ, ഈ ധ്വനികയുടെ വീട്. ആ, ഇത് തന്നെയാ. ഒരു ലെറ്റർ ഉണ്ട്. പാറുച്ചി, താ ഒരു ലെറ്റർ. എന്ത് ലെറ്ററാ പാറുച്ചി? എനിക്ക് എനിക്ക് ജോലി കിട്ടി. ഫൈനലി പാറേച്ചി വക്കീലായി. ഏട്ടാ, നമുക്കിത് ആഘോഷിക്കണം. അവരെ വിളിക്കേ. അങ്ങനെ സന്തോഷത്തോടെ ജീവിച്ച ഞങ്ങൾക്കിടയിലേക്കായിരുന്നു അവര് 4 പേരും കടന്നു വന്നത്. മോളെന്നവിടെ നിന്നേ, ചേട്ടന്മാര് ചോദിക്കട്ടെ. മുന്നിന്ന് മാറി നിൽക്ക്, ഞങ്ങൾക്ക് പോണം. ഇല്ലെങ്കി മുന്നിന്ന് മാറാനാ ഞാൻ പറഞ്ഞേ. ഞങ്ങൾ ആരാന്ന് അറിയോടി നിനക്ക്? അറിയാം, നന്നായിട്ടറിയാം. ഉള്ള കള്ളും കഞ്ചാവും വലിച്ചു കെട്ടുന്ന ഞങ്ങളെ സീനിയേഴ്സാന്ന് പറയാൻ ഞങ്ങൾക്ക് തന്നെ നടക്കേടാ. നിങ്ങൾ കാരണം എത്ര പെൺകുട്ടികളുടെ ജീവിതം നശിച്ചത്. എന്താടി, നിന്റെതും കൂടി അങ്ങ് നശിപ്പിച്ചു തരണോ ഞങ്ങള്? ഡീ ജാനു, നീ വാ. നീ കൈവിട്ടെ. ജാനു, നീ വന്നേ. ശിവേട്ടാ, കിച്ചു, നീ വാ. ഇനി ഇതേപോലെ നീ ഏതെങ്കിലും പെമ്പിളെടുത്ത് പറഞ്ഞെന്ന് ഞാൻ അറിഞ്ഞ ശിവ, മതി. ഇനി അടിച്ചവർ ചത്തു. ഇതിന് നിനക്ക് ഞാൻ തിരിച്ച് പണി തന്നിരിക്കും ശിവ. എന്നോടൊന്നും പറയണ്ട ശിവേട്ടാ. എന്റെ മുന്നിൽ നിന്ന് പോയേ. ജാനു, ഞാനൊന്ന് പറയട്ടെ. എന്റെ മുന്നിൽ നിന്ന് പോ ശിവേട്ട. എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്താടാ, എന്തൊറ്റി? അത് ഞാനന്ന് അവളോട് അന്നത്തെ പ്രശ്നത്തിന് ശേഷം ഒരടിക്കും പോകില്ലാന്ന് പറഞ്ഞതല്ലേ. പക്ഷെ ഇന്ന് സീനിയേഴ്സായിട്ട് ചെറിയൊരു ഉടക്ക്. അത് വേടാ, അത് വൈകിട്ടാകുമ്പോഴത്തേക്ക് ശരിയായിക്കോളും. എനിക്ക് ഈ പീരീഡ് ക്ലാസ് ഉണ്ട്. എൻ്റെ ക്ലാസ്സിലോട്ടല്ലേ? നീ ഇതുവരെയും പോയില്ലേ? ഇല്ല ജാനു, അവള് ചിലപ്പോ വേണിയുടെ അപ്പുറം പോയി കാണും. നീ പൊക്കോ. എടി, നീ ജാനുവിന്റെ കൂടെയാണ് ഇന്ന് വന്നേ? ജാനു ശിവേന്റെ കൂടെ ഇല്ലേ? ഞാൻ അവള് എന്റെ കൂടെ ഉണ്ടാവുന്ന കരുതി കിച്ചുവിന്റെ കൂടെ പോന്നു. അപ്പൊ അവള് നിങ്ങളെ കൂടെ അല്ലേ വന്നേ? നീ ഒന്നാളെ വിളിച്ചേ. ഞാൻ വിളിച്ചത് ചേച്ചി, സ്വിച്ച് ഓഫാ. അന്വേഷിക്കാൻ ഇനി ഒരു സ്ഥലം പോലും ബാക്കിയില്ല. എനിക്ക് പേടിയാവാ. നീ ഇങ്ങനെ പേടിക്കാതെ സമാധാനായിട്ടിരിക്കും. കടൽപ്പുറത്ത് ഒരു പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. 2 ദിവസം മുമ്പ് കാണാതായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർട്ട് ആൻഡ് സയൻസ് കോളേജിലെ 2ാം വർഷ വിദ്യാർത്ഥിനിയായ ഗംഗയുടേതാണ് മൃതദേഹമെന്ന് പോലീസ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുട്ടിയുടെ ദേഹത്ത് ഒരു പ്രത്യേകതരം ഡ്രഗ് ഉള്ളതായി കണ്ടെത്തിയിരിക്കുന്നു. കുട്ടി സൂയിസൈഡ് ചെയ്തതാവാമെന്ന് പോലീസ്. ആരാ ഇത്? ഗംഗയുടെ വീടല്ലേ? അതെ, ഗംഗ. അവൾ സൂയിസൈഡ് ചെയ്തതല്ല. പിന്നെ അവര് കൊന്നുകളഞ്ഞതാ. എന്റെ മുമ്പിൽ വെച്ച അവരവളെ ക്രൂരമായി റേപ്പ് ചെയ്ത് കൊന്നുകളഞ്ഞത്. ഒരു പെണ്ണും സഹിക്കില്ല അത്. ഇത് ഞാൻ ഏത് കോടതിയിൽ വേണമെങ്കിലും വന്ന് പറയാം. നിങ്ങൾക്കിങ്ങനെ ഇതൊക്കെ? ഞാൻ രാജയുടെ വൈഫാ.
ബഹുമാനപ്പെട്ട കോടതിയുടെ അറിവിലേക്കായി ഒരു കാര്യം കൂടി പറയാം. മരണപ്പെട്ട പെൺകുട്ടി മയക്കുമരുന്നിന് അടിമയാണെന്നും പോരാത്തതിന് പല ആൺകുട്ടികളുമായി ഈ കുട്ടിക്ക് വഴിപെട്ട ബന്ധമുണ്ടെന്നും അതിലൊരാളാണ് ഈ കേസ് കൊടുത്തിരിക്കുന്ന ശിവപ്രസാദ്. പ്രതിയെന്ന് കരുതപ്പെടുന്ന ഈ 4 പേരും നിരപരാധികളാണെന്ന് ഞാൻ കോടതിയെ അറിയിക്കുന്നു. എതിർഭാഗം വക്കീലിന് എന്താണ് പറയാനുള്ളത്? താങ്ക് യു ഓണർ. എനിക്കൊരു സാക്ഷിയെ വിസ്തരിക്കാൻ അനുവാദം നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ നിൽക്കുന്ന രാജ്നാരുടെ ഭാര്യ ദേവികയാണ്. ഒബ്ജക്ഷൻ നോൺ ഓണർ. എതിർഭാഗം വക്കീൽ എന്താണ് പറയുന്നത്? രാജ്നാരുടെ ഭാര്യ അസുഖം മൂലം മരിച്ചിട്ട് 3 ദിവസത്തിലേറെ. അവരെയാണ് ഇവിടെ സാക്ഷിയെ കൊണ്ടുവന്ന് വിസ്തരിക്കാൻ പറയുന്നത്. നീ എത്ര ധൈര്യം ഉണ്ടായിട്ട് അവരുടെ അടുത്ത് പോയി സത്യങ്ങൾ തുറന്നു പറഞ്ഞത്? എന്നൊന്നും ചെയ്യരുത്. ഈ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥർക്കും എതിർഭാഗം വക്കീലിനും ഒരു തെളിവും ഹാജരാക്കാൻ സാധിക്കാത്ത വിധത്തിൽ ഈ കേസ് അവസാനിപ്പിക്കണമെന്നും ഈ 4 പേരെയും നിരുപാധികം വിട്ടയക്കണമെന്നും ഈ കോർട്ട് ഉത്തരവിടുന്നു. നീയൊന്നും ഞങ്ങളോട് കളിക്കാനായിട്ടില്ല. അതേടാ, ഞങ്ങൾ തന്നെ അവളെ കൊന്നത്. നിനക്ക് ചെയ്യാൻ പറ്റുന്നത് നീ ചെയ്യും. ഇനി സാറ് പറ, ഞങ്ങൾ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ട്? ഞങ്ങളുടെ ജാനു ഒരു പാവായിരുന്നു, ഒരു പൊട്ടിപ്പെണ്ണ്. അവളെ പിച്ച് ചീന്തിയവന്മാരെ ഞങ്ങൾ വെറുതെ വിടണോ? അതിനവളെ ജീവനോ തുല്യ സ്നേഹിച്ച് എനിക്കോ അവളുടെ സഹോദരങ്ങൾക്കോ പറ്റില്ല. അപ്പോ താൻ അഡ്വക്കേറ്റ് ആയിരുന്നോ? ആയിരുന്നു സർ. സ്വന്തം പെങ്ങൾക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാൻ കഴിയാത്ത ഞാൻ എന്തിനാ സാർ ആ കോടതിയിലോട്ട് പോകുന്നത്? അവൾക്ക് മാത്രമല്ല സർ, ഇന്ത്യയിലെ പല പെൺകുട്ടികൾക്കും തെളിവുകളില്ലാത്തതിന്റെ പേരിൽ നീതി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ നിയമം. ഇങ്ങനെ പോയാൽ ഏത് പെൺകുട്ടിക്കാ നീതി കിട്ടുന്നത്? ആ കോടതി അവൾക്ക് കൊടുക്കാത്ത നീതി ഞങ്ങൾ അവൾക്ക് നൽകി. ദ ജസ്റ്റിസ് വി ഗിവ് ഹർ. ഇനി സാറിന് ഞങ്ങൾ അറസ്റ്റ് ചെയ്യാതിരിക്കാം. ഒരു തെളിവുകളില്ലാത്തത് കൊണ്ടും പ്രതികളെ തിരിച്ചറിയാൻ സാധിക്കാത്തത് കൊണ്ടും ഈ കോടതി ഈ കേസ് അവസാനിപ്പിക്കാൻ ഉത്തരവിടുന്നു. Determined not to drop.